എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം നടുക്കിയ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ച ആ ഭയാനകമായ വാക്പോരിന്റെയും നാടകീയ രംഗങ്ങളുടെയും ചൂട് ഇനിയും മാറിയിട്ടില്ല. മുറിവേറ്റ സിംഹത്തെപ്പോലെ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയെ ഇന്ത്യൻ സ്പിന്നർ വാഷിംഗ്ടൺ സുന്ദർ വിറപ്പിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ സമനില തെറ്റിയ ഡേവിഡ് മില്ലറും ട്രിസ്റ്റൻ സ്റ്റബ്സും കടുത്ത അസഭ്യവർഷവുമായാണ് ആ യുവതാരത്തിന് നേരെ പാഞ്ഞെടുത്തത്. കളിയിലെ മാന്യതയെ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവർ സുന്ദറിനോട് കൊമ്പുകോർത്തപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇടപെട്ട് നൽകിയ ചുട്ട മറുപടി ഏതൊരു ഇന്ത്യൻ ആരാധകന്റെയും രോമാഞ്ചമായിരുന്നു. അഹമ്മദാബാദിൽ നടന്ന ആ സൂപ്പർ 8 പോരാട്ടത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വലിയ ചർച്ചയിലേക്ക് വഴി തുറന്ന ആ മത്സരത്തിന്റെ നാൾവഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കൻ നായകൻ എയ്ഡൻ മാർക്രത്തിന്റെ വലിയ സ്കോർ എന്ന മോഹങ്ങളെല്ലാം തകർത്തുകൊണ്ട് തുടക്കം തന്നെ ഇന്ത്യ ആഞ്ഞടിച്ചു. കേവലം 1.5 ഓവറിൽ തന്നെ അപകടകാരിയായ ക്വിന്റൻ ഡീകോക്കിനെ അത്ഭുതകരമായി ക്ലീൻ ബോൾഡാക്കി സാക്ഷാൽ ജസ്പ്രീത് ബുംറ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടു. പിന്നാലെ 2.4 ഓവറിൽ ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ മാർക്രം മടങ്ങുകയും 3.6 ഓവറിൽ റയാൻ റിക്കൽട്ടൺ കൂറ്റനടിക്ക് ശ്രമിച്ച് വീഴുകയും ചെയ്തതോടെ ദക്ഷിണാഫ്രിക്ക 3-20 എന്ന ദയനീയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. അവിടെ നിന്നും കളി തിരിച്ചുപിടിക്കാൻ ഡെവാൾഡ് ബ്രെവിസും ഡേവിഡ് മില്ലറും നടത്തിയ പോരാട്ടം അവിശ്വസനീയമായിരുന്നു. സ്പിന്നർമാർക്കെതിരെ ക്രീസിന് പുറത്തിറങ്ങി സംഹാരരൂപം പൂണ്ട ബ്രെവിസ് 29 പന്തിൽ 45 റൺസ് അടിച്ചപ്പോൾ പേസർമാരെ കടന്നാക്രമിച്ച മില്ലർ 35 പന്തിൽ 63 റൺസുമായി കത്തിക്കയറി. 12.2 ഓവറിൽ ശിവം ദുബെ ബ്രെവിസിനെ വീഴ്ത്തുമ്പോഴേക്കും സ്കോർ 117-ൽ എത്തിയിരുന്നു. പിന്നീട് സ്റ്റബ്സ് ക്രീസിലെത്തിയതോടെയാണ് ലോകത്തെ ആകെ നാണിപ്പിച്ച ആ സ്ഫോടനാത്മകമായ നിമിഷം അരങ്ങേറുന്നത്. 15-ാം ഓവർ എറിയാനെത്തിയ വാഷിംഗ്ടൺ സുന്ദർ പന്തെറിയും മുൻപേ നോൺ സ്ട്രൈക്കർ എൻഡിൽ സ്റ്റബ്സ് ക്രീസ് വിട്ടിറങ്ങുന്നത് കണ്ടു. രണ്ടാമതൊന്ന് ആലോചിക്കാതെ സുന്ദർ വിക്കറ്റ് തെറിപ്പിച്ച് മങ്കാദിങ്കിനായി അപ്പീൽ ചെയ്തു. ഇത് കണ്ട് സമനില തെറ്റിയ മില്ലറും സ്റ്റബ്സും സുന്ദറിന് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. മുന്നറിയിപ്പ് നൽകാതെ ഔട്ടാക്കാൻ ശ്രമിച്ചത് ചതിയാണെന്ന് മില്ലർ ആക്രോശിച്ചപ്പോൾ താൻ ക്രിക്കറ്റ് നിയമം മാത്രമാണ് പാലിച്ചതെന്നും അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും സുന്ദർ മുഖത്തടിച്ചതുപോലെ മറുപടി നൽകി. മൈതാനം ഒരു യുദ്ധകളമായി മാറുന്നതിന് തൊട്ടുമുൻപാണ് നായകൻ സൂര്യകുമാർ യാദവ് അമ്പയർമാരൊപ്പം ഓടിയെത്തി ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾക്ക് ചുട്ട മറുപടി നൽകി രംഗം ശാന്തമാക്കിയത്. ഒടുവിൽ തേർഡ് അമ്പയർ സ്റ്റബ്സ് ക്രീസിലുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി നോട്ടൌട്ട് വിധിച്ചെങ്കിലും ആ വാക്പോരിന്റെ ചൂടിൽ സമനില തെറ്റിയ മില്ലർ തൊട്ടടുത്ത ഓവറിൽ തന്നെ വരുൺ ചക്രവർത്തിയുടെ പന്തിൽ വമ്പനടിക്ക് ശ്രമിച്ച് വിക്കറ്റ് വലിച്ചെറിഞ്ഞു. 16 ഓവർ പിന്നിടുമ്പോൾ സ്കോർ 5-152 എന്ന നിലയിലായിരുന്നു. ഈ അത്യന്തം നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്ന സമയത്ത് ടെലിവിഷന് മുന്നിലിരുന്ന് കളി കണ്ടിരുന്ന മുൻ നായകൻ രോഹിത് ശർമ്മയുടെയും ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്ന കോച്ച് ഗംഭീറിന്റെയും ഭാവങ്ങൾ ക്യാമറകൾ കൃത്യമായി ഒപ്പിയെടുത്തിരുന്നു. വീട്ടിലെ സോഫയിലിരുന്ന് കളി കാണുകയായിരുന്ന രോഹിത് പെട്ടെന്ന് ഞെട്ടിയുണർന്ന് കയ്യിലുണ്ടായിരുന്ന റിമോട്ട് മാറ്റിവെച്ച് സ്ക്രീനിലേക്ക് ഉറ്റുനോക്കുന്നത് കാണാമായിരുന്നു. അനാവശ്യ വിവാദങ്ങൾ കളിക്കാരുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തും എന്ന ഒരു സീനിയർ താരത്തിന്റെ കടുത്ത ആശങ്ക ആ മുഖത്ത് പ്രകടമായിരുന്നു. എന്നാൽ ഡ്രസ്സിംഗ് റൂമിലെ ഗംഭീറിന്റെ പ്രതികരണം ഒരു അഗ്നിപർവ്വതം പുകയുന്നതുപോലെ ആയിരുന്നു. തർക്കം തുടങ്ങിയ നിമിഷം തന്നെ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ ഗംഭീർ കടുത്ത ദേഷ്യത്തോടെ മൈതാനത്തേക്ക് ഉറ്റുനോക്കി. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് കളി കൈവിട്ടു പോകരുത് എന്ന് സ്വന്തം കളിക്കാർക്കും സപ്പോർട്ട് സ്റ്റാഫിനും അദ്ദേഹം കർശന നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. അമ്പയർമാരും സൂര്യകുമാർ യാദവും ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് ഗംഭീർ ഒന്ന് ശ്വാസം വിട്ട് സീറ്റിലേക്ക് തിരികെയിരുന്നത്. കളിക്കളത്തിലെ അച്ചടക്കവും ഫോക്കസുമാണ് ഏറ്റവും വലുതെന്ന് ഈ 2 സീനിയർ താരങ്ങളുടെയും പ്രതികരണങ്ങൾ അടിവരയിടുന്നു. ഈ സംഭവത്തിൽ ആരുടേതാണ് തെറ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിയമം പാലിച്ച വാഷിംഗ്ടൺ സുന്ദറിന്റേതോ അതോ അനാവശ്യമായി പ്രകോപിതരായ ദക്ഷിണാഫ്രിക്കൻ താരങ്ങളുടേതോ? വാഷിംഗ്ടൺ സുന്ദറാണോ അതോ അക്സർ പട്ടേലാണോ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സ്പിൻ ഓൾറൗണ്ടർ? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.